ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ. ഞാൻ പച്ചക്കറി നടുന്നങ്ങളെ കാണിക്കലുണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങൾ കാണിക്കലുണ്ട്, ഫലവൃക്ഷങ്ങൾ കാണിക്കലുണ്ട്, പൂച്ചെടികൾ കാണിക്കലുണ്ട്. എൻ്റെ നടിയിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, എന്നോട് എല്ലാവരും കമൻറ്റ് പറയാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പോട്ടി മിക്സ് ചേർക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ നടുന്നത് എന്താണെന്നറിയോ? നമുക്ക് ഓണം ഇവിടെ അടുത്തല്ലോ. ഇതാന്ന് പറയുമ്പോഴത്തേക്ക് ഓണപ്പം എത്തും. ഇതിപ്പോൾ ജൂൺ 15 15 കഴിഞ്ഞു. 15, 16, 17 കഴിഞ്ഞില്ലേ? അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ് ലാസ്റ്റിൽ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് കൂടി വരുന്നത് എന്തായിരിക്കും? പൂക്കളം, ഓണസദ്യ, അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പോൾ പൂക്കളത്തിൽ തന്നെ താരം ഏത് പൂവാണ്? ചെണ്ടുമല്ലിയ. അപ്പോൾ ഈ ചെണ്ടുമല്ലിക്ക് ആ സമയത്ത് എന്തൊരു വിലയായിരിക്കും എന്നറിയോ? ഇപ്പോൾ പൂക്കളം ഉണ്ടാക്കാത്ത നിങ്ങൾക്ക് എന്തിനാണ് ചെണ്ടുമല്ലി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. സ്കൂൾ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ ചെണ്ടുമല്ലി നിർബന്ധമാണ്. കാരണം ഓണപ്പരിപാടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെണ്ടുമല്ലി വാങ്ങിക്കൊടുക്കേണ്ടി വരും. പിന്നെ ഓണം കണ്ട് വന്നു കഴിഞ്ഞാൽ ഓഫീസിലായിക്കോട്ടെ, ബസ് സ്റ്റോപ്പായിക്കോട്ടെ, ഹോസ്പിറ്റലായിക്കോട്ടെ, സ്കൂളായിക്കോട്ടെ, എല്ലാ സ്ഥലത്തും ഒക്കെ പൂക്കളുണ്ടാവുമല്ലോ. അപ്പോൾ അന്നേരം നമുക്ക് ഭയങ്കര ഡിമാൻഡായിരിക്കും ചെണ്ടുമല്ലിക്ക്. അപ്പോൾ ഇപ്പം തന്നെ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, ചെണ്ടുമല്ലി ഈസി നട്ടുപിടിപ്പിക്കുക, ഒരു പ്രയാസവും ഇല്ല, സിമ്പിളാണ്. അങ്ങനെ ഓമനിക്കൊന്നും വേണ്ട, ഉണ്ടാക്കാനുള്ള മനസ്സ് വേണം കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് ചെണ്ടുമല്ലി ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ്, എനിക്ക് എവിടെ നിന്നാണ് ചെണ്ടുമല്ലി കിട്ടുന്നത്, തൈ എവിടെ നിന്നാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ വരി, ഞാൻ കാണിച്ചു തരാമല്ലോ. നമ്മളെ തോട്ടത്തിൽ ഒരു കൊല്ലം ചെണ്ടുമല്ലി നട്ടാൽ മതിയാവും. പിറ്റത്തെ കൊല്ലം മഴ തുടങ്ങുമ്പോഴത്തേക്ക് നിറച്ച് ചെണ്ടുമല്ലി തൈ ഉണ്ടാവും. എൻ്റെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നിടത്ത് തനിയെ മുളച്ചുണ്ടായ ഒരു ചെണ്ടുമല്ലിയാണ് ഇതങ്ങോട്ട് കട്ട് ചെയ്യുക, ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യുക. ഒരു ചെണ്ടുമല്ലിയിൽ നിന്നും, ഒരു മദർ പ്ലാന്റിൽ നിന്നും നമുക്ക് ഒരു മുറ്റം നിറയെ ചെണ്ടുമല്ലി പിടിപ്പിക്കുക, ഈസി ആയിട്ട്. എല്ലാവർക്കും അതൊരു അത്ഭുതമാണ്. എന്താ മഞ്ഞപ്പൂവാട്ടോ, ആയി വരുന്നേ ഉള്ളൂ. ആയി വരികയല്ല, കഴിയാനായി. ചെണ്ടുമല്ലി ഞാൻ പറഞ്ഞല്ലോ, വിത്ത് പാകിയിട്ടുണ്ടാവും. വിത്ത് പാകിയിട്ടുണ്ടായതാണ് ഇതൊക്കെ, കണ്ടില്ലേ? ഇത് തണ്ട് മുളക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുക, ഓരോ പീസ്. ഇവിടെ വരുന്ന ഓരോരുത്തർക്ക് ആ തൈ കൊടുക്കുമ്പോൾ എല്ലാവർക്കും അതിശയമാണ്, തണ്ട് മുളച്ചുണ്ടാവുമോ എന്ന്. എത്ര പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല കേട്ടോ. തണ്ട് മുളച്ച് ചെണ്ടുമല്ലി ഉണ്ടാവും, അടിപൊളിയായിട്ടുണ്ടാവും. അതിങ്ങനെ കുറേ പീസ് അങ്ങാക്കുക. അതാ ഞാൻ പറഞ്ഞ, ഒരു മദർ പ്ലാന്റിൽ നിന്ന് നിങ്ങളടുത്ത് തയ്യും ഇല്ല, നിങ്ങളടുത്ത് വിത്തും ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ പ്ലാന്റ് ഉണ്ടാവും. അതിൻ്റെ ഒരു കമ്പ് ചോദിച്ച് വാങ്ങിയാൽ മതി. ഒരു കമ്പ് പൊട്ടിച്ചാൽ അവർക്കും ഗുണമാണ്. കാരണം ശാഖ വേറെ ഇഷ്ടം പോലെ കമ്പ് വരും, ചുറ്റും ഉണ്ടാവും. ഇത് ഞാൻ വെള്ളത്തിൽ കുത്തി വെച്ചേന്. ഇനിയിപ്പം വെള്ളത്തിൽ നിന്ന് കുത്തിയിട്ട് എടുത്തതാ, സമയമായില്ല വേര് പിടിക്കാൻ. ഇപ്പം തുടങ്ങിയാലും മതിട്ടോ, 1.5 മാസമാകുമ്പോഴത്തേന് ഇതിന് പൂവായി. പിന്നെ നമ്മൾ ശാഖയാണ് നടുന്നതെങ്കിൽ വേറെയും ഗുണങ്ങളുണ്ട്. പെട്ടെന്ന് അത് തളിര് വരും, പൂക്കൾ വരും, കരുത്ത് വരും, ചെടിക്ക് തന്നെ ഒരു ആരോഗ്യമാണ്. ഞാനിതാ ഒരു തണ്ട് മുളച്ചിട്ട് കുത്തി വെച്ചതിരുന്നാ, ഇതൊക്കെ ഞാൻ കുത്തി വെച്ചതാ, കണ്ടോ? ഇതപ്പം ഞാൻ നടുന്ന വലിയ പോട്ടിലേക്ക് ഞാൻ നടുമ കാണിച്ചു തരാം. വേര് മുളച്ചത് കണ്ടോ, ശാഖ ചുറ്റും ഉണ്ടായത്. ഇത് വിത്ത് പാകിയതാ, വ്യത്യാസം കണ്ടോ? വിത്ത് പാകുമ്പോൾ ഇത്രയേ ഉള്ളൂ വീതിയൊക്കെ, ഇതിൻ്റെ ശക്തിയൊക്കെ കറുപ്പും. ഇനി ഇതെല്ലാം നമുക്ക് കുത്തി വെക്കാം. നടുന്നതിൻ്റെ ചുറ്റും അങ്ങ് കുത്തി വെച്ചാൽ മതി. വേര് പിടിക്കുമ്പോൾ അടിയോടുകൂടി കോരിയിട്ട് വേറെ പോട്ടിലേക്ക് നടാം. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് നിങ്ങളെ കാണിച്ചു തരികയെന്ന് മാത്രം, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതുകൊണ്ട് ഞാൻ നടുന്നത് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പോട്ടിലാണ് നടുന്നത്. ഇത് മതി, ചെണ്ടുമല്ലിക്കൊക്കെ ഇത് മതി. അല്ല, നിങ്ങൾ ചെണ്ടുമല്ലി തന്നെ അല്ലേ പറയുക? വേറെ എന്തെങ്കിലും പേരുണ്ടോ? ബന്ദിപ്പൂ എന്നിട്ടോ പറയുന്നുണ്ടോ? അങ്ങനെ ഞാൻ കേൾക്കാറുണ്ട്. ഗുണ്ടിൽപേട്ടൊക്കെ പോയാൽ ചെണ്ടുമല്ലി പാടം തന്നെ ഉണ്ട്, ഞെട്ടിക്കുന്നത്. ആരും ചെണ്ടുമല്ലി ആർക്കും താല്പര്യമില്ലേ. ഇപ്പം ട്രെൻഡിങ് ആയി വന്നിട്ടുണ്ട്, ഇപ്പം എല്ലാവരും നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഗുണ്ടിൽപേട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എന്തോ ഒരു തിരക്കാ. ജനങ്ങളെ ഫോട്ടോ എടുക്കലും വീഡിയോ പിടിക്കലും പൂപ്പാടം കാണലും. അവിടുന്ന് വിത്ത് വാങ്ങി വരാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ അതിലേക്ക് എൻ്റെ ബെഡ് പൊളിച്ച ചകിരി ഇട്ട്, അതിടാനുള്ള കാരണം ഞാൻ പറഞ്ഞു തന്നു, അതേ പറയാറുണ്ട്.
പിന്നെ നമ്മളെ ഈ ഹോൾസ് ഇല്ലേ, ഹോൾസ് അടഞ്ഞു പോകും. അല്ലെങ്കിൽ ഇത് ഇട്ടിയില്ലെങ്കിൽ പോട്ടി മിക്സ് മണ്ണും കൂടെ കുത്തി ഒലിച്ച് പോയാൽ ഹോൾസ് അടഞ്ഞാൽ നമ്മൾ നടുന്ന ചെണ്ടുമല്ലിൻ്റെ വേര് ചീഞ്ഞു പോകും. 3 എണ്ണം ഒന്നിച്ചാണ് നടുന്നത്. എന്നാൽ വേഗം കഴിയും. എൻ്റെ സൗണ്ട് ക്ലിയറായില്ല കേട്ടോ. ഞാൻ ഗ്ലൗസ് ഇട്ടണേ, ഗ്ലൗസ് നിങ്ങൾ ഇട്ടണം. ഞാൻ നടുമ്പോലെ നടുന്നവരെ, അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് മറക്കാണ്ടിട്ടതാണ് പോയിട്ട്. പിന്നെ നമ്മൾ കൈയിട്ടാലും പേടിക്കാനൊന്നുമില്ല. ഒരു ചാക്കിൽ ഇവിടെ പോട്ടി മിക്സ് കൊണ്ടുവച്ചിന്. ഇതെൻ്റെ വാഴത്തടൻ്റെ തന്നെയാണ്. അത് അമർന്നാലും കുറേ കോരാനുണ്ട് കേട്ടോ. അഞ്ജുവിന് എൻ്റെ എന്നെ കരിയില വാരുന്നതാണ് പടപടോന്നുള്ള ഒച്ച കേൾക്കാനാണ് ഇഷ്ടമെന്ന് അഞ്ജു പറയണ്ട്. അതിന് കുറച്ച് ദിവസം കഴിയണം ഒച്ച കേൾക്കണമെങ്കിൽ. ഇപ്പം ഞാൻ മഴയല്ല നിങ്ങളോട് പറയലില്ലേ, ഇന്നിവിടെ മഴ പെയ്തു കേട്ടോ. ഇന്ന് എനിക്ക് ചെടി നനക്കേണ്ടി വന്നില്ല. ഇറയത്തൊക്കെ വെച്ച ചെടി നനക്കേണ്ടി വന്നു. ചെണ്ടുമല്ലിയൊന്നും ആരും ഇങ്ങനെ ഓമനിച്ചൊന്നും വളർത്തലൊന്നുമില്ല. ഇങ്ങനെ വളർത്തിയുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉണ്ടായിക്കോളും. പണ്ടൊന്നും വേറെ പൂക്കൾ തന്നെ ഒരു വീടിൻ്റെ മുമ്പിൽ ഉണ്ടാവുകയില്ലേനു. ഈ ഒരു ചെണ്ടുമല്ലിയൊക്കെ തന്നെയാണ് ഉണ്ടാകുക. 10 മുല്ല, ഈ ചെണ്ടുമല്ലി. ഞങ്ങളെ നാട്ടിൽ ഇതിന് പറയൽ ചെട്ടിപ്പൂവ് എന്നാ ഞങ്ങളെ നാട്ടിൽ പറയൽ. ഇവിടുന്നാണ് ഞാൻ ഈ ചെണ്ടുമല്ലിയൊക്കെ പഠിച്ചത്. അതൊക്കെ അതിന് ഉണ്ടാകുക. പിന്നെ നിറയെ കുഞ്ഞി പൂക്കളുണ്ടല്ലോ, അതിന് ഞാൻ ചെറിയ ചെണ്ടുമല്ലിന്ന് പറയാൻ നോക്കുമ്പോൾ മേരി ഗോൾഡാണോ അല്ലേ പേര്. ഞാൻ യൂട്യൂബിൽ വന്നതിന് ശേഷം ഞാൻ കുറേ പൂക്കളെ പേര് പഠിച്ചു. അത് എൻ്റെ പ്രിയപ്പെട്ട ഒരു യൂട്യൂബിലെ കുടുംബക്കാർ പഠിപ്പിച്ചതാണ്. പിന്നെ എനിക്ക് യൂട്യൂബിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് നേടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ സ്നേഹമുള്ള കുറേ ആൾക്കാരെ കിട്ടി. നമ്മളെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും പുറമെ നാടുകളിലും ഇഷ്ടം പോലെ പ്രിയപ്പെട്ടവരെ കിട്ടി. ചെടി ഭ്രാന്തന്മാരെല്ലാവരും ഒന്നാകുമല്ലോ വേഗം. അതുകൊണ്ട് അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ ഈ ചെടിക്ക് എന്താ പേര് പറയാന്നുള്ളതൊന്ന് പറയണം കേട്ടോ. 3 എണ്ണം ഒന്നിച്ച മണ്ണിട്ട്. ഇനി ഞാൻ കുറച്ച് കരിയില കമ്പോസ്റ്റ് ഇടട്ടെ. അധികം ഒന്നും ഇടുന്നൊന്നുമില്ല ഞാൻ. പൂക്കളിനൊന്നും ആരും ഇടലൊന്നുമില്ല. പൂക്കൾ അങ്ങനെ നടൽ തന്നെയാണ്. ഇനി നടാൻ പോവുക കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, തണ്ട് ഇങ്ങനെയുള്ള തണ്ട് കുത്തി വെച്ച് വേര് പിടിപ്പിച്ചതായത് കേട്ടോ. പെട്ടെന്ന് വേര് പിടിക്കും. ഇതിനൊന്നും താമസമൊന്നുമില്ല. തണലത്ത് വെച്ചാൽ മതിയെ, ഒരിഞ്ഞ വെയിലത്തുണ്ടാക്കരുത്. നടാൻ പോവുക കേട്ടോ. അങ്ങനെ മെല്ലാണ് കുത്തിയെടുക്കുക. ഓ, വേര് വന്ന് ചുറ്റും വേരുതാ ചുറ്റും വേര് പിടിച്ച് നിറച്ച് വേരാ. ഇന്നൊരു കമൻറ്റ് കണ്ട് ഞാൻ ബ്രൊക്കോളിൻ്റെ വേര് പിടിപ്പിച്ചത് കണ്ടിട്ട് വേര് കണ്ടപ്പോൾ ഉള്ള സന്തോഷം എനിക്ക് അങ്ങനെ തന്നെയാണ്. ഭയങ്കര സന്തോഷം. ഒക്കെ വിജയിച്ചത് കണ്ടാൽ ഒക്കെ ഒരു വിജയമാണല്ലോ. അതാണ് ആ സന്തോഷം കണ്ട്. എങ്ങനെയാ നടാൻ പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടിപൊളിയായിട്ട് ഒന്ന് നട്ട് കഴിഞ്ഞു. ഇനി ഇതൊക്കെ മുൻകൂട്ടി പ്ലാനിങ് വേണം. അതാ ഞാൻ നട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ അത് അടുത്ത ആഴ്ചയ്ക്ക് വേര് പിടിക്കൂ. അങ്ങനെ അടുത്ത ആഴ്ച അതും ഉണ്ടാവും. ഉറച്ചു പോയോ? എന്താ ഇതും വേര് പിടിച്ചതാ. ഇതിൻ്റെ വേര് നാനാ ഭാഗത്താണ് പോയത്. ഇതിൻ്റെ വേര് ഇങ്ങനെ ചെതറി നാനാ ഭാഗത്തും പോയിട്ടുണ്ട്. കല്ലും അതിൻ്റെ ഇടയിൽ കണ്ടോ, ഇവിടെ ഒക്കെ വേരാ. ഒറ്റൊന്ന് നട്ടാൽ മതി. എന്നിട്ട് നമ്മൾ അധികം പൊക്കണ്ട, അങ്ങ് വെട്ടിക്കൊടുത്താൽ മതി. മേൽക്കും അത് വെട്ടിയാൽ ശാഖ ചുറ്റും വരും. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലുണ്ടല്ലോ, ശാഖ വന്ന് കിട്ടണം പൂച്ചെടികൾക്ക്. എന്നാലേ നമുക്ക് മുട്ടുണ്ടാവുള്ളൂ. മുട്ടുണ്ടായാലാണല്ലോ പൂവുണ്ടാകുക. മുട്ട് വിരിഞ്ഞിട്ട് നോക്ക്, വേര് നോക്ക്. അടുത്ത് വെച്ചതാ ഞാൻ, അടുത്ത് കുത്തി വെച്ചതേനു. അടിപൊളിയായിട്ട് ഞാൻ 3 പാത്രത്തിൽ നട്ടു. നമുക്ക് ശരിക്കും കുറച്ച് മതി. എനിക്ക് പിന്നെ സ്കൂൾ പോണ മക്കളൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് എന്തിനങ്ങനെ ചെണ്ടുമല്ലി ചോദിച്ചാൽ എനിക്ക് കാണാനുള്ളൊരു ഭംഗി ആസ്വദിക്കാൻ. പിന്നെ ഞാൻ എല്ലാവർക്കും കൊടുക്കും.
സ്കൂളിൻ്റെ ആവശ്യത്തിനൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, അങ്ങനെ കൊടുക്കും. അങ്ങനെയൊക്കെ തന്നെ. അത് പൂക്കൾ നമ്മളെ വീടിൻ്റെ മുമ്പിലൊരു ഐശ്വര്യമാണല്ലോ. ഞാൻ പറഞ്ഞാലോ, അതിപ്പോൾ ട്രെൻഡിങ്ങിൽ വന്നിട്ട് ആദ്യം ആരും നടൂലേനു. എൻ്റെ തോട്ടത്തിൽ, ഞാൻ പച്ചക്കറി നടുന്ന തോട്ടത്തിൽ നിറച്ച് തയ്യ അതിനെ കഴിഞ്ഞല്ല നട്ടത്. ഞാൻ വെറുതെ അങ്ങ് നട്ടേനു, പോകുന്ന ജനങ്ങൾ കണ്ട് ആസ്വദിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. റോഡ് സൈഡാണ് അപ്പുറത്തെ പറമ്പിൽ. ഇവിടെ ഞാൻ വെറുതെ അങ്ങ് നട്ടു കൊടുത്തേനി. ഇന്നടെ ഞാൻ പോയി നോക്കുമ്പോൾ ഉണ്ടല്ലോ, മഴ പെയ്തിട്ട് എന്തോരം തയ്യാണ്ടായത്. ആ തയ്യിൻ്റെ മേൽഭാഗം കട്ട് ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് ഇവിടുത്തെ മുമ്പിൽ നിറച്ച് നട്ടു കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എൻ്റെ പ്ലാനിങ്ങാണ് ഇതാ. അങ്ങനെ ഞാൻ വിജയകരമായിട്ട് 3 എണ്ണം നട്ട് കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് കാണിച്ചു തരാം. അങ്ങനെ നട്ടു. പിന്നെ മെയിനായിട്ടുള്ള ഉദ്ദേശം, ഞാനിങ്ങനെ ചെണ്ടുമല്ലി നടുന്നതിൻ്റെ ഉദ്ദേശം, ഞാൻ അപ്പുറത്തെ പറമ്പിലൊക്കെ നട്ടാനുള്ള ഉദ്ദേശം എന്താ അറിയോ, പിന്നെ സ്കൂൾ പൂട്ടുമ്പോൾ, ഓണപ്പൂട്ടിന് പൂട്ടുമ്പോൾ എന്തായാലും സ്കൂളിൽ ഓണപ്പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ മക്കൾക്കും ചെണ്ടുമല്ലി വേണം. അന്നേരം നല്ല പൈസയായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഒരു പൂവ് തരുമോ എന്നൊക്കെ അല്ലേ. അപ്പം ഞാൻ കൊടുക്കും. അന്നേരം ഞാൻ വിചാരിച്ച അപ്പുറത്തെ പറമ്പിൽ ആരെങ്കിലും അങ്ങ് പറിച്ച് കൊണ്ടുപോയിക്കൂടട്ടെ, മക്കളല്ലേ സ്കൂൾ കൊണ്ടുപോകുമ്പോൾ. സ്കൂൾ പോകാൻ വേണമല്ലോ, പൈസ കൊടുത്താലും വാങ്ങാൻ കഴിയില്ല. ഇതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കണത് എന്തിനറിയോ, ഇതാണ് പെർമനൻ്റായിട്ട് നടുവില നട്ട്. ഇത് 2 ആഴ്ച, ഒരാഴ്ച മതി, അപ്പത്തിനേക്ക് ഇതിന് വേര് വരും. വേര് വന്നാൽ ഞാൻ ഇതെടുത്ത് മാറ്റി നടു. എന്നാൽ വേറെ നടണ്ടല്ലോ, ഊരിങ്ങോട്ട് എടുക്കും ഞാൻ. അങ്ങനെ ഒരുപാട് ചെണ്ടുമല്ലി ഉണ്ടാക്കി ചെയ്യാം നമുക്ക്. ഇപ്പം നല്ല നേരിയ മഴയാണ്, ഇത് നടാൻ പറ്റിയ ടൈമാണ്. പിന്നെ വീണ്ടും ഞാൻ പറയുന്നത്, ബോഗൺവില്ല നടാൻ പറ്റിയ ടൈമാണ്. കമ്പ് കിട്ടിയാൽ എവിടുന്നെങ്കിലും കമ്പ് വാങ്ങി നിങ്ങൾ നടണേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം തന്നെ എൻ്റെ ചെണ്ടുമല്ലിയാന്ന് എനിക്കറിയാം. കണ്ണൂർ ഷെരീഫയൊക്കെ എൻ്റെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ജയന്തി, വൈഷ്ണവി, അഞ്ജു, സത്യവതി പറഞ്ഞത് ഞാൻ എന്നും കാണലുണ്ട്. എൻ്റെ പേര് മറന്നുപോയല്ലോ. സത്യവതിൻ്റെ മറന്നില്ല കേട്ടോ. പിന്നെ അഞ്ജു പറയുന്നത് എൻ്റെ പേര് പിന്നെ പടപടാന്നുള്ള സൗണ്ട് കേട്ടപ്പോൾ പറഞ്ഞപ്പോൾ അതെ ഞാനായിരുന്നു, എൻ്റെ പേര് മറന്നില്ലേ. പെട്ടെന്ന് മറക്കുമ്പോളെ ഞാൻ നോക്കിയേക്കൂ, വീഡിയോ പിടിക്കുമ്പോൾ അവനോട് മറന്നു പോവുക. ഞാൻ ഇത്രയും നട്ട് എന്താണെന്നറിയോ, ഇതൊന്നും ഇതിമേലേക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുത്തി വെക്കുക. നടുത്ത് മാത്രമേ പെർമനൻ്റ് ഉള്ളൂ. അങ്ങനെ വിജയകരമായിട്ട് ഞാൻ 3 പാത്രത്തിലേക്ക് ഞാൻ ചെണ്ടുമല്ലി ചെടി നട്ട്. ഇനി ഞാൻ അടുത്ത് നടുന്നത് പോട്ടി മിക്സ് നറുക്കുന്നൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല. ഞാൻ വെർട്ടിക്കലായിട്ട് നിറയെ നടാൻ പോവുക. അത് കൊളുത്തിട്ട് എന്ത് രസം അറിയോ, എൻ്റെ വെർട്ടിക്കൽ പൂണ്ടായ കാണിച്ചു തരാം കേട്ടോ. ഞാനത് മണ്ണൊക്കെ നിറക്കട്ടെ എന്നിട്ട് കാണിക്കാം. ഇങ്ങനെ ഞാൻ വെർട്ടിക്കൽ നടാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും മണ്ണ് നിറച്ചു. മണ്ണ് നിറച്ച് നിങ്ങളെ കാണിച്ചില്ല, സാധാ മണ്ണ് തന്നെയാണ്. പിന്നെ കുറേ തൈ പാകിയിരുന്നു. ഇതിൻ്റെ വേര് നോക്കിയാറാ, ഇതിൻ്റെ വേരുണ്ടായത്. അപ്പോൾ നമ്മൾ വേരൊന്ന് പോക്കട്ടെ ഇങ്ങനെ ആക്കിയിട്ട്. നമ്മൾ ചെറിയ പോട്ടിലാണ് നടുന്ന വെച്ചാൽ നമ്മൾ ശാഖാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ ചുറ്റും ശാഖ ഉണ്ടാവും. വലിയ പൂക്കൾ ഉണ്ടാവില്ലെങ്കിൽ ചെറിയ പൂക്കൾ ഉണ്ടായിക്കോട്ടെ, നല്ല രസമാണ്. വെർട്ടിക്കൽ നമ്മുടെ വേരൊന്നും ആയില്ല. ഇങ്ങനെ അങ്ങ് നട്ടു കൊടുക്കുക. ഒരിക്കലും ഒരു പറമ്പിൽ നട്ടാൽ മതിയിട്ട് അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ ഇവിടെ അങ്ങനെ തന്നെയാണ്, ഇഷ്ടം പോലെ. ആരൊക്കെയാണ് ചെണ്ടുമല്ലിയൊക്കെ നട്ട് ഓണത്തിനേക്ക് ഒരുങ്ങിയത് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നെപ്പോലെ ആരെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അന്നേരം മേലോട്ട് നോക്കി നിന്നിട്ട് കാര്യമല്ല, കുട്ടികളെ അടങ്ങറാക്കിയിട്ട് കാര്യമല്ല. ഇപ്പം തന്നെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. എന്തിനും വേണമല്ലോ ഒരു പ്ലാന്. നല്ല അടിപൊളിയായിട്ടുണ്ടാവും. വേരിനൊരു കോട്ടും തട്ടിയില്ല. നിങ്ങൾക്ക് വേര് അതൊക്കെ നിങ്ങൾക്ക് വേര് കാണുമ്പോഴുള്ള സന്തോഷം ഇന്നലെ പറഞ്ഞ പോലെ എനിക്ക് സന്തോഷം. അതൊക്കെ കാണുമ്പോൾ നാശാവൂര, അടിപൊളിയാവും. അങ്ങനെ ഞാൻ ആര് വന്നാലും ഞാൻ തൈ കൊടുക്കും. എൻ്റേത് ഇങ്ങനെ ഞാൻ വിജയകരമായിട്ട് 10 1 2 3 4 5 6 7 8 9 10 11 11 എണ്ണത്തിൽ ഞാൻ ചെണ്ടുമല്ലി നട്ട് കഴിഞ്ഞു വെർട്ടിക്കലായിട്ട്. ഇനി ഇതൊക്കെ ഉണ്ട്, ഇതാരും വന്നാലും ഞാൻ കൊടുക്കും. നല്ല വേര് പിടിച്ചത് നല്ലത് കിട്ടും. അതൊക്കെ കടയിൽ എന്തോ ഒരു പൈസയാണ്. പിന്നെ അതുപോലെ ബോഗൺവില്ല, കടലാസ് പൂവ്
ഇതെല്ലാം ഞാൻ അടുത്ത മാസം ഒതുക്കി കളയും, പ്രൂൺ ചെയ്തിട്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ പൊട്ടിച്ചാൻ കൊടുക്കും. ഇന്നലെ വന്ന ആൾക്കാർക്ക് കുറേ ഞാൻ കൊടുത്തു. ആര് വന്നാലും ഞാൻ കൊടുക്കും. ആരെന്നോട് കൊറിയർ അയച്ചു തരണമെന്ന് പറയരുതേ ദയവ് ചെയ്തിട്ട്. ഞാനത് കൊളുത്താൻ പോട്ടെ കേട്ടോ. ഇവിടെ കൊളുത്താൻ കുറേ സ്ഥലം ബാക്കിയുണ്ട്. ഇങ്ങനെ അങ്ങ് നിന്നോളൂ. വലിപ്പാവുമ്പോൾ ഒന്ന് നീക്കി കൊടുത്താൽ മതി. ഇനി വരി ഞാൻ പൂട്ട് കാണിച്ചു തരാലോ. എൻ്റെ ചെണ്ടുമല്ലി ഇതാ പൂവിട്ട് വരുന്ന് കണ്ടോ, പൂവിട്ട് വരുന്ന്. ഇതാ 2 മൊട്ടുണ്ടായി, ഇവിടെ ഇതാ 2 മൊട്ടുണ്ടായി. ഇനി പൂവിട്ട് കഴിഞ്ഞ് ഇതാ കട്ട് ചെയ്താൽ ചുറ്റും വരും. ഇതിനിതാ ഉണ്ടായി. എല്ലാം എൻ്റെ ചെണ്ടുമല്ലിയും മേരിഗോൾഡും ഒക്കെ ആട്ടോ. ചെറിയ പോട്ടിൽ നമ്മൾ നടുന്നെങ്കിൽ ചെടിയും ചെറുതാവും, പൂക്കളും ചെറുതായി തിങ്ങിണ്ടാവും. അത് രസമാണ്. ഈ ചെണ്ടുമല്ലിയൊക്കെ ഇതാ മുട്ടിടാൻ തുടങ്ങി. ഇത് മൊത്തം അതാട്ടോ. നല്ല രസം അത് കാണാൻ. കുറച്ചുകൂടി ഉഷാറിലുണ്ടാവും. ഇനി ഇവിടെ വന്ന് നോക്കി കാണണമെങ്കിൽ ഇതാ വലിപ്പം അടിപൊളി റോസ്. അതുപോലെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, ഈ ചുവന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.